അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ബാബുർ റജാ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ ആഗ്രഹിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അദാബിൽ നിന്നുള്ള പേടിയും വേണം, അതേപോലെ അള്ളാഹുവിന്റെ റഹ്മത്തിലുള്ള ആഗ്രഹവും വേണം എന്ന് വിശദീകരിച്ചുകൊണ്ട് ഈ 51-ാമത്തെ ബാബ്, അതിൽ കുറേ ഹദീസുകൾ ഞങ്ങൾ വിശദീകരിച്ചിട്ടായിരുന്നു. ഇന്നത്തെ ഹദീസ് അള്ളാഹുടെ റഹ്മത്തിനെ കുറിച്ചുള്ള ഹദീസായിട്ട് അള്ളാഹു താല അവന്റെ റഹ്മത്തിനെ 100 ഭാഗമായിട്ട് ഭാഗിച്ചിട്ട് അതിൽ ഒരു ഭാഗം മാത്രമേ അള്ളാഹു ദുനിയാവ് ഇറക്കിയിട്ടുള്ളൂ. ഈ ഹദീസിൽ ചൊല്ലതിന്റെ സാരാംശമായിട്ട് തുടക്കത്തിൽ ഞാൻ ചൊല്ലി 100 അള്ളാഹുടെ റഹ്മത്തിനെ 100 ഭാഗമാക്കിയിട്ട് ആ 100 ഭാഗത്തിൽ നിന്നുള്ള ഒരു ഭാഗം മാത്രമായിട്ട് അള്ളാഹു ദുനിയാവ് ഇറക്കില്ലേ. ബാക്കി 99 അള്ളാഹു ഖിയാമത്ത് നാൾക്ക് നീട്ടി വെച്ചതായിട്ട്. അപ്പൊ ഈ ഒരു റഹ്മത്തിന് അള്ളാഹു ഭൂമിക്ക് ഇറക്കിയിട്ട് ഈ ഒരു റഹ്മത്തിന് ആറുകല്ല കൊടുത്തറ, അവന്റെ പടപ്പുകൾക്ക് എല്ലാവർക്കും കൊടുത്തറ. അതുകൊണ്ടായിട്ട് ഒരു അബ്ബവുമ്മ അങ്ങനെ മക്കളൊട്ടിയെ കാട്ടിരക്കുന്ന കൃപ, ഒരു മൃഗ അതിലെ കുഞ്ഞുരൊട്ടിയെ കാട്ടിരക്കൃപ, ജിന്ന്, മനുഷ്യന്മാർ, മൃഗങ്ങൾ, പക്ഷിപ്പറവുകൾ എന്തെല്ലാം ഉണ്ടോ ಅದಕ್ಕೆಲ್ಲದು ನೀನು ನೋಕರ ಅದದ್ರ കുഞ്ഞിരൊട്ടി അതത്ര കാട്ടുന്ന ഒരു കൃപയുണ്ട്, അതത്ര വിഭാഗത്തോട്ട് അതത് കാട്ടുന്ന ഒരു കരുണയുണ്ട്. ഇതൊക്കെ ആ 100 റഹ്മത്തിൽ നിന്നുള്ള ഒരംശത്തെ അള്ളാഹു ഹിതിച്ചു കൊടുത്തത് കൊണ്ടായിട്ട് ഒരു കാട്ടു മൃഗ പോലും കുഞ്ഞിട്ടപ്പ അതിലെ കാൽ വെക്കരുത്, വളരെ ജാഗ്രത ആക്കി കാൽ വെക്കരുത്. കാൽ ചിലപ്പോൾ വയറ്റിലും പിടിക്കരുത്, അതിലെ ഭയത്തിരടിയിലുള്ള അല്ല അതിലെ ഭയത്തിര കീഴ്ഭാഗത്ത് നിൽക്കുന്ന കുഞ്ഞിക്ക് തട്ടിപ്പോവണ്ടാന്ന് വിചാരിച്ചിട്ട് അല്ല. ഏതൊരു കാട്ടുമൃഗാണെങ്കിലും പിന്നൊരു മൃഗത്തെ പിടിച്ചു തിന്നിട മൃഗമാണെങ്കിലും സിംഹാണെങ്കിലും പിലിയാണെങ്കിലും അതിലെ കുഞ്ഞിരൊട്ടിയെ കാട്ടുന്നത് ഒരു കരുണയും ഒരു കൃപയും. അപ്പൊ ഈ ഒരു റഹ്മത്ത് അള്ളാഹു താല എല്ലാത്തിനും വിഹിതിച്ചു കൊടുത്താൽ അപ്പൊ ഒരു റഹ്മത്ത് തന്നെ ഈ ഉള്ളത് കൊണ്ട് തന്നെയായിട്ട് ഈ എല്ലാ ജീവജാലങ്ങളും അതതിരെ കുഞ്ഞിരൊട്ടിയെ കാട്ടുക, അതതിരെ വർഗത്തൊട്ടിയെ കാട്ടുക കരുണ ചൊല്ലത് ഈ ഒരു റഹ്മത്ത് കൊണ്ടായിട്ട് അതായിട്ട് ഇതിൻ്റെ ഹദീസ്. ഇൻഷാ അല്ലാഹ് ഹദീസിൽ നമുക്ക് പ്രവേശിക്കാം. 420 വഅൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലെ സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂൽ, നബി തങ്ങൾ ചൊല്ലതായിട്ട് ഞാൻ കേട്ടെ. എന്നരെ ജഅലല്ലാഹു റഹ്മത 100 ജുസ്ഇൻ, അല്ലാഹു റഹ്മത്ത് 100 ജുസ് ആക്കിയ. ഫഅംസക ഇൻദഹു 99, അല്ലാഹുടെ മുട്ട അതിൽ 99 അവൻ പിടിച്ചു വെച്ചോണ്ട്. വഅൻസല ഫിൽ അർദി ജുസ്അൻ വാഹിദ, ഭൂമിയിൽ അല്ലാഹു ഇറക്കിയത് ഒരു ജുസ് മാത്രം, ഒരു 1%. ഫമിൻ ദാലികൽ ജുസ്ഇ, ആ ഒരു ജുസ് ഭൂമിക്ക് ഇറക്കിയ ആ ഒരു ജുസിൽ നിന്ന് യതറാഹമുൽ ഖലായിഖു, അല്ലാഹുടെ പടപ്പുകൾ കരുണ കാട്ടുക. ഹത്താ തർഫു ദാബത്ത്, ഓർത്തോളം ചെന്നെങ്കിൽ ഒരു മൃഗം അത് കാൽ ഹാഫിറഹ അതിലെ കാൽ വയത്ത് അൻ വലദിഹ അതിലെ കുഞ്ഞിലെ തൊട്ട് ആഫിറച്ചെങ്കിൽ അതിലെ കാലിന്റെ കീഴിൽ ചരട്ട പോലത്തെ കാലിന്റെ അടിഭാഗത്ത്. അപ്പൊ അത് കറ്റിട്ട് കാലിന്റെ ആ കീഴ്ഭാഗത്തിന് അങ്ങനെ ഇപ്പൊ മടമ്പിന്റെ പോലെ മൃഗങ്ങൾക്ക് ആ കാലിന്റെ കീഴ് അണ്ട് നിൽക്കരുത്. അപ്പൊ അതിരെന്താക്കട് അത് ആഫിറിച്ചുണ്ട് അതിരെ അത് വയറ്റി വെക്കട് അൻ വലതി അതിലെ കിടാവിടെ തൊട്ട് ഖശിയതൻ തുസീബഹു, അത് ആ കാല് കൊണ്ടേക്ക് ചവിട്ടിപ്പോവോ എന്ന് പേടിച്ചിട്ട് അതുവരെ അത് വയത്തിറുണ്ട്. അപ്പൊ അത്രക്കും കരുണ കാട്ടുന്നത് ഈ ഒരു റഹ്മത്തല്ല വിഹിതിച്ചു കൊടുത്തത് കൊണ്ടായിട്ട് വഫീ റിവായത്തിൻ, പിന്നെ റിപ്പോർട്ടിലുള്ളത് ഇന്ന ലില്ലാഹി തആല 100 റഹ്മ, അല്ലാഹുവിന് 100 റഹ്മത്തുണ്ട്. അത് അൻസല മിൻഹാ റഹ്മത്തുൻ വാഹിദ, ഒരു റഹ്മത്തിൽ അല്ലാഹു ഇറക്കിയ ബൈനൽ ജിന്നി, മനുഷ്യന്മാരുടെ ജിന്നുമാരുടെ, വൽ ഇൻസി മനുഷ്യന്മാരുടെ, വൽ ബഹായിമ മൃഗങ്ങളുടെ, വൽ ഹവാം ഹവാമു ചെന്നെങ്കിൽ വിഷജന്തുക്കൾ, ഭൂമിയിലല്ല ഈ പാമ്പ്, തേൾ ഇതുപോലത്തെ ജീവികൾ, അതായത് എല്ലാ പ്രാണികൾ എന്നർത്ഥം, ഭൂമിയിൽ നടക്കുന്ന എല്ലാം. അതുക്ക് ഫബിഹ, ആ ഒരു റഹ്മത്ത് കൊണ്ട് യതആതഫൂൻ, അവർ കൃപ കാട്ടുന്നു. വബിഹ, ആ ഒരു റഹ്മത്ത് കൊണ്ട് യതറാഹമൂൻ, അവർ റഹ്മത്ത് ചെയ്യുന്നു. ആ ഒരു റഹ്മത്ത് കൊണ്ടായിട്ട് പരസ്പരം എന്താക്കടെ ഇതെല്ലാം അതിർത്തി കരുണ കാട്ടി. വബിഹ തഅതിഫുൽ വഹ്ഷു, അതാ ആ ഒരു റഹ്മത്ത് കൊണ്ട് കാട്ടുമൃഗം കൃപ കാട്ടു അലാ വലദിഹ അതിലെ കുഞ്ഞിരമേൽ. വഖറല്ലാഹു തആല 99 റഹ്മ, 99 റഹ്മത്തിൽ അല്ലാഹു പിന്തിച്ചു വെച്ച്, അത് ഭൂമിക്ക് അല്ലാഹു ഇറക്കിയിട്ടില്ല.
യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. ആ 91 റഹ്മത്ത് കൊണ്ടും അള്ളാഹു റഹ്മത്ത് ചെയ്തത് ഖിയാമത്ത് നാളിലായിട്ട് മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ഭൂമിയിൽ ഇത്ര ദോഷം ചെയ്ത ഇത്ര ബടക്കും ധിക്കരിച്ച് നടക്കുന്ന ആളുമാർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഇവിടെ ശ്വസിക്കുക വായും തിന്നുക ആഹാരവും വെള്ളവും എല്ലാം അള്ളാഹു താല കൊടുക്കുക ആല് ഒരു റഹ്മത്തിന് അംശം കൊണ്ട്. അപ്പൊ ആഖിറത്തിൽ 99 റഹ്മത്ത്, 99 പ്ലസ് അവിടെ ഒന്നില്ല 100. ആ 199 ഖിയാമത്തിനാൽക്കല്ല പിന്തിച്ചതാ. അപ്പൊ ആ 99 റഹ്മത്ത് അവിടെ ഉണ്ട്. അപ്പൊ അള്ളാഹു താല ഖിയാമത്തിനാൽ അവന്റെ അടിമകളിട്ട് എത്ര കരുണ കാട്ടും, എത്ര കൃപ കാട്ടും അല്ലെ. അള്ളാഹു താലയുടെ റഹ്മത്ത് ഇന്നെങ്കിലേ നമുക്ക് സ്വർഗത്തിലെത്തതോടെ നോക്കൂ. റവാഹു മുസ്ലിം മിൻ റിവായത്ത് സൽമാൻ അൽ ഫാരിസി. സൽമാനുൽ ഫാരിസിനെ തൊട്ട് പിന്നെ ഒരു റിവായത്തുണ്ട്. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്തല്ലേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി തആല മിഅത റഹ്മ. അല്ലാഹുവിന് 100 റഹ്മത്തുണ്ട്. ഫമിൻഹാ റഹ്മത്തുൻ, അതിൽപ്പെട്ടതായിട്ട് ഒരു റഹ്മത്ത് യതറാഹമു ബിഹൽ ഖൽഖു ബൈനഹും, സൃഷ്ടികൾ അങ്ങയുടെ റഹ്മത്ത് ചെയ്തത്. സൃഷ്ടികളെന്നോ മനുഷ്യൻ ജിന്നും പ്രാണികളെല്ലോ. 99 യൗമിൽ ഖിയാമ, 99 ഖിയാമത്തിനാല്. റവാഹു മുസ്ലിം. ഇനി ഇതേപോലത്തെ പിന്നെ റിപ്പോർട്ടിലുള്ള വഫി റിവായത്തിൻ അതാ ഇന്നല്ലാഹു തആല ഖലഖ യൗമ ഖലഖ സമാവാതി വൽ അർദ്. ആകാശഭൂമിയെ സൃഷ്ടിച്ചന്റെ അള്ളാഹു സൃഷ്ടിച്ചിട മിയത റഹ്മത്തിൻ 100 റഹ്മത്ത്. കുല്ലു റഹ്മത്തിൻ ഓരോ റഹ്മത്തും ചൊല്ലത് തിബാഖമാ ബൈന സമാഇ ഇലൽ അർദ്, ആകാശ ഭൂമിയുടെ ഇടയിൽ നൊറക്കിടത്തറുണ്ട് ഓരോ റഹ്മത്ത് ചൊല്ലത്. ഫജഅല മിൻഹാ ഫിൽ അർദി റഹ്മ, അതിൽ നിന്ന് ഭൂമിക്ക് അല്ലാഹു തആല ഒരു റഹ്മത്തായിട്ട് ഇട്ടാക്കിയത്. ഫബിയ, ആ ഒരു റഹ്മത്ത് കൊണ്ട് തഗ്തിഫുൽ വാലിദത്തു വല വലദിഹ, ഒരു പ്രസവിച്ചത് അതൊരു കുഞ്ഞുരൊട്ടിയെ കാട്ടുക ആ കൃപ അല്ല, പ്രസവിച്ച പെണ്ണ് ആ കുഞ്ഞുരൊട്ടിയെ കാട്ടുക കൃപ. വൽ വഹ്ഷു, കാട്ടുമൃഗ, ഒത്തൈറു പക്ഷി, അത് അതിൽപ്പെട്ട വിഭാഗത്ത് അതിന് കുഞ്ഞും അതിന് മക്കളൊട്ടിയെ കാട്ടുക കരുണ. ഫൈദാക്കാന യൗമുൽ ഖിയാമ അക്മലഹ ബിആദി റഹ്മ, ഖിയാമത്തിനാലായാൽ അല്ലാഹു തആല അതിനെ പൂർത്തിയാക്കും ഈ റഹ്മത്ത് കൊണ്ട്. അതായത് 100 റഹ്മത്ത ഖിയാമത്തിന്. ഇപ്പോൾ ഒരു ജുസ് മാത്രമേ 1% മാത്രം അവിടെ കംപ്ലീറ്റ് അള്ളാഹു റഹ്മത്ത് ചെയ്ത എന്നല്ല. അപ്പൊ അള്ളാഹുടെ റഹ്മത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുടെ പേര് കൊണ്ടാണ് തുടങ്ങുന്നത്. അള്ളാഹു റഹ്മാൻ ആയിട്ടിക്കട ദുനിയാവിൽ, ആഖിറത്തിലും അള്ളാഹു റഹീം ആയിട്ടിക്കട. അപ്പൊ ആഖിറത്തിൽ റഹീം അള്ളാഹുടെ റഹ്മത്ത് കിട്ടണമെങ്കിൽ ഈമാൻ നിർബന്ധമായിട്ട് ഈമാൻ വേണം. അപ്പൊ നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹുടെ റഹ്മത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാ എന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ആഗ്രഹം ഉണ്ടാവണം. അള്ളാഹുടെ ശിക്ഷയെ തൊട്ട് പേടിയും വേണം, അതേപോലെ അള്ളാഹുടെ റഹ്മത്തിൽ ആഗ്രഹവും വേണം. അവന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളൊക്കെ സ്വർഗത്തിൽ ഹിസാബില്ലാണ്ട് കിടക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഈ ഹദീസുകളൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവന്റെ ത്വാഅത്തിലായി ദീർഘായുസും അവന്റെ ദീനി ഖിദ്മത്തിലായി ആഫിയത്തും അള്ളാഹു ഞങ്ങൾക്കും കാതർക്കും എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. നാളെ ദുആ കൊണ്ട് വസിയത്താക്കിയാണ് ഞങ്ങളുടെ ചാനലിലുള്ള കാതു കൊടുക്കുന്ന അലൗത്ത് കുടുംബത്ത് എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ദുആ വസിയത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് ഇന്നത്തെ ക്ലാസ്സിൽ കാതു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.